പൃഥ്വിരാജിന് മുന്നേ നമ്മുടെ ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു രാജാവായി താരമായി നിൽക്കുന്ന മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിരിച്ചടി കിട്ടുന്നത്? മഹാതാരം മമ്മൂട്ടി തീവ്ര മതമൗലികവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്ന കാര്യമായിരുന്നു കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുൻപ് പോങ്ങൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് അവസാനിപ്പിക്കുന്നതിന് മുൻപേ മറ്റേതോ ഒരു വിഷയത്തിലേക്ക് കടന്നുപോയിട്ട് പിന്നീട് തിരിച്ച് മഹാതാരത്തിലേക്ക് വരാൻ പറ്റാതെ നാവുമായി മറ്റെവിടെയൊക്കെയോ കിടന്ന് അലഞ്ഞുകൊണ്ട് ആകെ ചക്ക കുഴയുന്ന പോലെ പോങ്ങൻ കുഴഞ്ഞുപോയി. എന്തായാലും ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാതാരം മമ്മൂട്ടി ഒരു തീവ്ര മതമൗലികവാദിയാണോ? അതായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. പലർക്കും അത്തരം ഒരു സംശയം ഉണ്ടാവുകയും നവമാധ്യമങ്ങളിലൂടെ ആ നിലയിലുള്ള ഒരു സംസാരം ഉയർന്നു വരികയും ചെയ്തു. അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം മമ്മൂട്ടിക്ക് നേരെ ഉയർന്നു വന്ന സമയത്താണ് പോങ്ങൻ ആ വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം പോങ്ങന്റെ മനസ്സിൽ കുറച്ച് ചിന്തകൾ ഉണ്ടായിരുന്നു. അത് എന്റെ സഹജീവികളോട് പങ്കുവയ്ക്കുക എന്നുള്ള ഉന്നതോടുകൂടിയാണ് ഞാൻ ആ ഒരു ശ്രമം നടത്തി തുടങ്ങിയത്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയോട് ഒരു തരത്തിലുമുള്ള നീരസമുള്ള ഒരാളല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ധാരാളം സിനിമകൾ കാണുകയും ആ സിനിമകളെ പലതിനെയും ആസ്വദിക്കുകയും പലതും മഹാമുഷിപ്പോടുകൂടി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരോവരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സിനിമയുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ നമുക്ക് സഹിക്കാൻ, നമുക്കത് ഉദ്ദേശിച്ചാൽ പോങ്ങന് സഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതായിരുന്നില്ല. കുറേ കൂടി പണ്ട് എന്റെയൊക്കെ ഒരു ചെറുപ്പകാലങ്ങളിൽ കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു സിനിമയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയൊരു ഓർമ്മയുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഞാൻ ജനിച്ച കാലം മുതലൊക്കെ അദ്ദേഹം ഇവിടെ തിരനിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ഇച്ചിരി കടത്തി പറഞ്ഞതായിരിക്കും, എന്നാലും ഏതാണ്ട് അത്തരം കാലങ്ങളൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തുടങ്ങിയിട്ട്. അതുകൊണ്ട് മമ്മൂട്ടിയെ വിലയിരുത്താൻ മാത്രമുള്ള ചലച്ചിത്ര പാണ്ഡിത്യവും പോങ്ങനില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതവും അല്ലെങ്കിൽ സാമൂഹ്യ പരിചയവും എനിക്കില്ല. പക്ഷേ എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ, ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പങ്കുവെച്ചിട്ട് ഞാനിത് അങ്ങ് അവസാനിപ്പിക്കാം. മമ്മൂട്ടി തീവ്ര മതമൗലികവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്നൊരു ചിന്ത എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളും, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയൊരു നാസ്തികനായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും തീർച്ചയായിട്ടും ഒരു മതസ്ഥനായിട്ടുള്ള മനുഷ്യന് ജനിച്ചതായിരിക്കും. അത് ഏത് മതത്തിൽപ്പെട്ട ഒരാളായാലും അയാളുടെ മാതാപിതാക്കൾക്കൊരു വിശ്വാസം ഉണ്ടാവും. അതൊക്കെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന, അവരാരും മതസ്ഥനായിട്ട് ജനിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കുന്നു, സുന്നത്ത് ചെയ്ത് മുസൽമാനാക്കുന്നു, നൂലുകെട്ടി ഹിന്ദുവാക്കുന്നു. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ മതം നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളത് പേറാനും ആ മതസ്ഥനായിട്ട് ജീവിക്കാനും നമ്മളൊക്കെ ബാധ്യസ്ഥരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വതന്ത്രമായ ഒരു ചിന്തയ്ക്കോ സ്വതന്ത്രമായ ബുദ്ധിക്കോ ഒരു സ്ഥാനവുമില്ല. സമൂഹം അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിൽ പരിഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും എല്ലാ നിലയിലും തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ നീരാളിയുടെ പിടുത്തത്തിൽ തന്നെയാണ് ഓരോ മനുഷ്യനും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മതചിന്ത ഒരാളിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ജാതി ബോധം ഒരാളിൽ നിറയുന്നു എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് സഹജതയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സംഭാവനയാണ്. സമൂഹം ഒരു മനുഷ്യനെ സമ്മാനിക്കുന്നതാണ് ജാതിയും മതവും ഒക്കെ. അപ്പോ എന്റെ എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്റേതായ എന്തിനോടുമുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും എൻ്റെ മതത്തോടും എൻ്റെ ജാതിയോടും എൻ്റെ എന്റേതെന്ന് ഞാൻ കാണുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും എനിക്ക് വരാം. ഞാനെന്ന് പറയുന്നത് ഒരു പോങ്ങൻ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ആരായാലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആ മനുഷ്യൻ അത് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യന് സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൗർബല്യങ്ങളാണ്. അതിനെ പൊട്ടിച്ചെറിയാൻ പറ്റുക എന്ന് പറയുന്നത് ചുരുക്കം ചില മനുഷ്യർക്ക് മാത്രമാണ്. പക്ഷെ അവരെ അങ്ങനെ പൊട്ടിച്ചെറിയുന്നവരെ സമൂഹം അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു താളത്തിനൊപ്പം കുറെ കാലമെങ്കിലും ജീവിച്ചേ മതിയാകൂ. മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മതവസ്ത്രം, മതാചാരം, മതത്തിന്റെ രീതിയിൽ, അതായത് ഇടത്തോട്ട് മുണ്ടെടുക്കുക എന്നൊക്കെ പറയുന്ന രീതി കാണുമ്പോൾ അദ്ദേഹം ഒരു മതപുരുഷനാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി പരക്കെ പരത്തുന്നുണ്ടെങ്കിൽ പോലും അതിൽ തെറ്റോ കുറ്റമോ പോകാൻ കാണുന്നില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മനുഷ്യൻ മാത്രമായിട്ടല്ലോ നമ്മൾ ആരും അളക്കുന്നത്. അദ്ദേഹം ഒരു മഹാതാരം കൂടിയാണ്. ആ മഹാതാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നിടത്ത് മതത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജ്യമാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല വളർച്ചയിൽ അദ്ദേഹത്തിന്റെ മതത്തിന് പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മതസ്ഥർക്ക് യാതൊരു പങ്കുമില്ല. കാരണം അന്നൊന്നും ഇത്രത്തോളം സംഘടിത ബുദ്ധിയൊന്നും ആ കാലത്ത് അവരാരും കാണിച്ചിട്ടില്ല. സമൂഹത്തിൽ ഒരു കൂട്ടരും കാണിച്ചിട്ടില്ല. പോകെ മതം എന്ന് പറയുന്നത് വലിയൊരു ധനം സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ മതത്തെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ അവർ കൃത്യമായി അവരുടെ
അണിയാന്മാരായിട്ട് കുറേ ആളുകളെയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച്, കുറേ ആളുകളെ എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ എല്ലാം കൂടുതൽ മതസ്ഥരാക്കി അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് കച്ചവടം നടക്കുന്നത്. നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ നവമാധ്യമ കാലത്തറിയാം, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ആരെയാണ്? ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറുള്ള, ഏറ്റവും കൂടുതൽ ഫോളോവറുള്ള ഒരു നവമാധ്യമ പ്രവർത്തകനെ ആയിരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹമാണ് വലിയ സ്വാധീനശേഷിയുള്ള ഒരു മനുഷ്യൻ. അല്ലാതെ ഏറ്റവും നല്ല ചിന്തകളുള്ള ഒരു മനുഷ്യനെന്നോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളെന്നോ, നല്ല മനോഭാവമുള്ള ഒരാളെന്നോ, നല്ല പൗരബുദ്ധിയുള്ള ഒരാൾ അല്ല വാസ്തവത്തിൽ ഇൻഫ്ലുവൻസർ ആവുന്നത്. ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ് വാസ്തവത്തിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അതായത് സബ്സ്ക്രിപ്ഷനും കാഴ്ചകളും ഒക്കെയാണ് ഒരു നവമാധ്യമ പ്രവർത്തകനെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് ഉയർത്തുകയോ താഴ്ത്തുകയോ അല്ലെങ്കിൽ അതിലേക്ക് പരിഗണിക്കപ്പെടാതിരിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കുന്നത് ഈ തരം അളവുകളാണ്. സബ്സ്ക്രിപ്ഷൻ ആൾക്കൂട്ടമാണ്, എത്രത്തോളം ആളുകൾ ആ മനുഷ്യനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചലച്ചിത്ര മേഖല അതല്ലെങ്കിൽ ഏത് കച്ചവട മേഖലകളിലും ആളെ കൂട്ടുക എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ആൾക്കൂട്ടത്തിനാണ് വില. ആളുവില കല്ലുവില എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും താരങ്ങൾ എപ്പോഴും അവരുടെ ആരാധകരെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നടൻ എന്നിപ്പം തിലകൻ എന്ത് ഗംഭീരനായിട്ടുള്ള നടനായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നമുക്ക് പഴയ കാലത്തെ ആളുകളെ പറഞ്ഞാൽ പരിഭവമില്ലാത്തതുകൊണ്ട് പറയാണ് നെടുമുടി വേണു, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരാരും താരങ്ങളായിരുന്നില്ല. താരങ്ങളായിട്ട് നമ്മൾ അവരെ ആരെയും പരിഗണിച്ചില്ല. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. മുരളി എന്ന് പറയുന്നൊരു നടൻ, അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു നായക തുല്യമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് വലിയ ആരാധക സേനയുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ, ഇന്ന് നമ്മൾ കാണുന്ന ഈ താരങ്ങൾ എന്ന് പറയുന്നവർക്കൊക്കെ തന്നെ അവർക്ക് അഭിനയശേഷി ഇല്ല എന്നല്ല, അവർക്ക് അഭിനയശേഷിയുണ്ട്. പക്ഷേ അതിനപ്പുറം നിൽക്കുന്ന വേറെന്തോ ഒരു പരിവേഷം ആളുകൾ അവരിൽ ചാർത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി കൃത്യമായിട്ടുള്ള ഒരു കച്ചവടം മോഹൻലാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം മോഹൻലാൽ പൊതുവേ ഒട്ടും കച്ചവട ബുദ്ധിയുള്ള ഒരാളല്ല. പക്ഷെ മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അദ്ദേഹത്തെ ഒരു ഉൽപ്പന്നമാക്കി തീർച്ചയായിട്ടും മോഹൻലാലിനെ വിൽക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മമ്മൂട്ടി ഒരിക്കൽ പോലും അങ്ങനെ ഒരു മണ്ടനായിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം വളരെ കച്ചവട ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പോൾ മമ്മൂട്ടി മതസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറയുന്നത്, മതത്തെ കൃത്യമായും ആ മനുഷ്യൻ ഒരു ഉപകരണമായി കണ്ടുകൊണ്ട് മതത്തെ വളരെ ഭംഗിയായി അദ്ദേഹം പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. മമ്മൂട്ടി നല്ല കച്ചവടക്കാരനാണ്. അതാണ് പോകന്റെ വിശ്വാസം. ഇന്ന് ഏറ്റവും കൂടുതൽ സംഘടിത ബുദ്ധിയുള്ള മനുഷ്യരാരാണോ, ഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ പെട്ട ഒരാളായതുകൊണ്ട് വളരെ ലളിതമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം പൃഥ്വിരാജൊക്കെ കാണിക്കുന്ന, നമ്മൾ ഒരുപാട് പരിഹസിക്കുന്നുണ്ട് അദ്ദേഹത്തെയൊക്കെ, പക്ഷേ നിലനിൽക്കാൻ പെടുന്ന പാട് ആ മനുഷ്യനെ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസത്തിന് ഇരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇതല്ലാതെ വേറൊരു ശൈലിയിൽ സുകുമാരന്റെ മകൻ പോയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന പൃഥ്വിരാജാക്കാൻ കഴിയില്ല. അഭിനയത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിനേക്കാൾ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഇന്ദ്രജിത്ത് ആണല്ലോ കുറച്ചുകൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നടൻ എന്ന നിലയിൽ. പക്ഷെ താരമായത് പൃഥ്വിരാജാണ്. അഭിനയശേഷിയുടെ കുറവിനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം മറികടക്കുകയല്ല ചെയ്യുന്നത്, പകരം അദ്ദേഹത്തിന്റെ കച്ചവട ബുദ്ധിയാണ് അവിടെ മികച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. കാരണം ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമുണ്ട്, അത് അഭിപ്രായം പറയാൻ ഉപയോഗിച്ചിട്ടുള്ള ആ രീതി കണ്ടല്ലോ. അതായത് ലക്ഷദ്വീപിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് ലക്ഷദ്വീപിന് അനുകൂലമായി നിലകൊള്ളേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം അത് നിലകൊണ്ടിട്ടില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ടാണല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും പോങ്ങ ബുദ്ധിയുള്ളവരല്ലാതെ മാറുന്നത്, അല്ലെ? നിങ്ങൾ പ്രബുദ്ധരായിട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എനിക്കത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ആ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എത്രത്തോളം തന്ത്രം നിറഞ്ഞതാണ്. ആ തന്ത്രം എന്ന് പറയുന്നത് കച്ചവട തന്ത്രമാണ്, കച്ചവട ബുദ്ധിയാണ്. അത് ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റൂ. പൃഥ്വിരാജിന് മുന്നേ നമ്മുടെ ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു രാജാവായി, താരമായി നിൽക്കുന്ന മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിരിച്ചടി കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പോൾ സമുദായത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം പൃഥ്വിരാജിനെയും ലാലിനെയും ഒക്കെ ഏതാണ്ട് ഒരേ ജാതിയുടെ നുഖത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയുകയും ചെയ്യും, അല്ലേ? പക്ഷെ പൃഥ്വിരാജിനേക്കാൾ അധിക്ഷേപിക്കപ്പെടുകയും പൃഥ്വിരാജിനേക്കാൾ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ സമുദായക്കാരൻ. അപ്പോൾ അവിടെ ജാതിയല്ല പ്രശ്നം, മനോഭാവം. നിങ്ങൾ എങ്ങനെയാണ് ഈ കൂട്ടരോട് നയം സ്വീകരിക്കുന്നത്, സമീപനം സ്വീകരിക്കുന്നത്?
ഇതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അതായത് സുഡാപ്പി എന്ന് പറയുന്ന തീവ്ര സംഘടിത ബുദ്ധിയുള്ള ആളുകൾ, അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂട്ടായ്മ കൊണ്ട്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഒരു ശബ്ദമായി മാറുന്നത് കൊണ്ട്, അല്ലെ? അപ്പൊ അവരെ സംപ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കച്ചവട സാഹചര്യം അല്ലെങ്കിൽ ഒരു വിജയ സാഹചര്യം അവർ സൃഷ്ടിച്ചു വെച്ചു. അപ്പൊ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലാത്തവരെ തകർത്ത് കളയും എന്ന് പറയുന്ന ഒരവസ്ഥ.